1201 ആണ്ട് മീനമാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷഫലങ്ങളാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും ഔട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. വളരെയധികം മന്ദാവസ്ഥയിൽ മന്നിപ്പിൽ കിടന്ന ഭൂമി വ്യാപാരം, റിയൽ എസ്റ്റേറ്റ് വ്യാപാരം വളരെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സമയമായി തുടങ്ങി. ക്രമേണ അത് പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ ആ വ്യാപാരം എത്തിച്ചേരും. അതുപോലെ പ്രൈവറ്റ് ഫൈനാൻസ് നടത്തുന്ന ആൾക്കാർക്കും വളരെ ഗുണമുള്ള ഒരു സമയമാണ്. നല്ല ലാഭം പ്രതീക്ഷിക്കാം. ഔഷധ നിർമ്മാണ കമ്പനികൾക്കും വിതരണ കമ്പനികൾക്കും നല്ല ലാഭം പ്രതീക്ഷിക്കാം. ഇരുമ്പുരുക്ക്, സിമൻറ്റ് വ്യവസായം എന്നിവയ്ക്കും അതിൻ്റെ വ്യാപാരികൾക്കെല്ലാം നല്ല രീതിയിൽ ലാഭം കിട്ടുന്നൊരു സമയമാണ്. ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് ഉണരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അനുബന്ധ വ്യാപാരങ്ങൾക്കുള്ള ലാഭങ്ങളാണ് പറയുന്നത്. അതുപോലെ സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളാക്കി വിൽക്കുന്നവർക്കും അതിൻ്റെ ആൾക്കാർക്കെല്ലാം നല്ല രീതിയിൽ ലാഭം കിട്ടുന്നൊരു സമയമാണ്. ഇത് 12 രാശിയിലുള്ളവർക്കും ഈ മീനമാസത്തിൽ വളരെ ഗുണം കിട്ടും. ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ തൊഴിലിലേക്ക് അങ്ങോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. പുതിയതായിട്ട് ഈ മേഖലകളിൽ ഇറങ്ങി വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. നിലവിലുള്ളവർക്ക് പുതിയ ബ്രാഞ്ച് തുറക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഫൈനാൻസ് കമ്പനിക്ക് ബ്രാഞ്ച് തുറക്കാം, അതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജാതകത്തിൽ താഴെ പറയുന്ന യോഗങ്ങൾ, അതായത് ഗ്രഹയോഗങ്ങളോ ഗ്രഹസ്ഥാനങ്ങളോ ഭാവാധിപ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ ഇലക്ഷന് നിന്നാൽ ജയിക്കാവുന്നതാണ്. ആദിയോഗം, നീചഭംഗ രാജയോഗം, പഞ്ചപുരുഷ മഹായോഗം, മഹാപരിവർത്തന യോഗം, ഭരണസാന്നിധ്യ യോഗം എന്നീ യോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇലക്ഷന് ജയിച്ച് അവർക്ക് ഭരണ ചുമതലയേൽക്കാൻ സാധിക്കുന്നതാണ്. ശനീശ്വരൻ തുലാം, കുംഭം, മീനം എന്നീ രാശികളിൽ നിന്നാലും ഇലക്ഷന് ജയിക്കാം. ഗുരു ധനുരാശിയിലോ ഗുരുവും ശനീശ്വരനും കൂടി നിന്നാലോ രാഹു 9ാം ഭാവത്തിൽ നിന്നാലോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ സാധിക്കും. സൂര്യൻ 3, 11, ചന്ദ്രൻ 11, രാഹു 9 എന്നീ ഭാവങ്ങളിൽ ഗുണമുള്ള രാശികളിലാണ് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും. 1ാം ഭാവാധിപൻ 4ാം ഭാവത്തിലോ 9ാം ഭാവാധിപൻ 4ാം ഭാവത്തിലോ 1ാം ഭാവാധിപൻ 4ാം ഭാവത്തിലോ 9ാം ഭാവാധിപൻ 10ാം ഭാവത്തിലോ 11ാം ഭാവാധിപൻ 5ാം ഭാവത്തിലോ നിൽക്കുകയാണെങ്കിൽ ഗുണമുള്ള രാശിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷന് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചപുരുഷ മഹായോഗം ആര് ജാതകത്തിലാണോ ഉണ്ടാകുന്നത് അവർക്ക് തീർച്ചയായിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയോ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിയോ ആകുന്നതിന് അവർക്ക് തടസ്സം കാണുന്നില്ല. അവർ ഇലക്ഷനിൽ നിന്ന് ജയിക്കും, ആകാനും സാധിക്കും. പിന്നെ തൊഴിൽ മേഖലയാണ്. ഓരോ വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജാതകത്തിൽ ഇന്ന വിദ്യ നേടണമെന്നും ഇന്ന തൊഴിൽ അഭ്യസിച്ച് അതിൽ കൂടി ഓരോ തൊഴിൽ കിട്ടി അതിൽ കൂടി ഉന്നതി കരസ്ഥമാക്കണമെന്നും അതുപോലെ കൈത്തൊഴിലിനത് പഠിക്കണമെന്നെല്ലാം വ്യക്തമായി എല്ലാവരുടെയും ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഈ ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് കുട്ടിയുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള അവൻ്റെ മേഖല ഏതാണോ അത് തിരഞ്ഞെടുക്കുക. പിന്നെ അല്ലാതെ കുട്ടിക്ക് എന്താണോ അവന് ആഗ്രഹം, എന്തായിത്തീരണമെന്ന ആഗ്രഹം അതും കൂടി കണക്കിലെടുക്കുക. എന്നിട്ട് അത് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കൂടുതലും, പഠിക്കുന്നതിന് എളുപ്പവും അതായിരിക്കും. അതുപോലെ ഈ കുട്ടിയെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി, ആരുടെയെങ്കിലും ആഗ്രഹം, കുട്ടിയുടെ ആഗ്രഹമല്ലാതെ വേറെ ആരുടെയെങ്കിലും ആഗ്രഹത്തിന് വഴങ്ങി ഒരു കോഴ്സ് കുട്ടിയെ കൊണ്ട് ഒരിക്കലും എടുപ്പിക്കരുത്. അത് കുട്ടിക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ മകരക്കൂറുകാർക്ക് ഈ മീനമാസത്തിൽ എല്ലാ സുഖങ്ങളുണ്ടെങ്കിലും അതെല്ലാം യഥാവിധി ഉപയോഗിക്കാനുള്ള ഒരു ഭാഗ്യക്കുറവ് കാണുന്നുണ്ട്. അത്ര ഒരു മെച്ചപ്പെട്ട രീതിയിലല്ല അവർക്ക് ഈ മീനമാസ ജ്യോതിഷ ഫലങ്ങൾ വരുന്നത്. അതുകൊണ്ട് സുഖാനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം യഥാവിധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ നല്ല കാര്യത്തിന് അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. ഈശ്വരനെ ശരണം പ്രാപിക്കുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥനകളും പൂജകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മോശപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് സംഭവിക്കാതിരിക്കാൻ അത് നല്ലതാകും. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ കിട്ടേണ്ടിയിരുന്നത് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ വന്ന് അത് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ വളരെയധികം കാലതാമസം വരുന്നതായിട്ട് കാണുന്നു. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തടസ്സം മാറ്റാവുന്നതാണ്. അതുപോലെ പല രീതിയിലും പല വഴികളിലൂടെയും കിട്ടേണ്ടിയിരുന്ന ധനം, അതായത് കുടിശ്ശിക പൈസയോ അല്ലാത്തതൊക്കെ കിട്ടുന്നതിന് കുറച്ച് താമസം വരാം. അതുപോലെ സർക്കാരിൽ നിന്നും പല രീതിയിലുള്ള നോട്ടീസുകൾ ലഭിക്കാൻ, ജപ്തി നോട്ടീസോ അല്ലെങ്കിൽ സമൻസോ മറ്റുള്ളതൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുപോലെ നാൽക്കാലികൾ വളർത്തി അതിൽ നിന്നുള്ള ലാഭം കിട്ടുന്നവർക്കും ക്ഷീര കർഷകർക്കൊക്കെ കുറച്ച് ലാഭം കുറയുന്നതിനുള്ള ഒരു സമയം കൂടിയാണിത്.
രക്തസംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം അതുപോലെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർക്കും കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് പൂജാതി കാര്യങ്ങളിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ ശത്രു സംഹാര പൂജകളോ മൃത്യുഞ്ജയ ഹോമമോ ഒക്കെ ചെയ്തും ദേവപ്രീതി വരുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ സമയം. അതേപോലെ ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ ഞാൻ വേർതിരിച്ച് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഉത്രാടം നക്ഷത്രക്കാരുടെയാണ് ആദ്യം പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ ഒരു കുടുംബത്തിൽ നല്ല സമയമാണ്. അവർക്ക് ധനം വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അവരുടെ കുറേ കാലമായി അവർക്ക് കിട്ടേണ്ടിയിരുന്ന പിതൃസ്വത്തുക്കൾ, അച്ഛൻ്റെ അമ്മയും വഴിക്കൊക്കെ കിട്ടേണ്ടിയിരുന്ന സ്വത്തുക്കളെല്ലാം അവർക്ക് ഭാഗം വെച്ച് അതിൽ ഓഹരി അവർക്ക് കിട്ടും. അത് പണമായിട്ട് ലഭിക്കാം, വീടായിട്ട് ലഭിക്കാം, അല്ലെങ്കിൽ വസ്തുവായിട്ട് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ഏതെങ്കിലും ആൾക്കാർ നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് നിങ്ങൾക്ക് പഴി കേൾപ്പിക്കുകയും അതുമൂലം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഈ കുട്ടി ആരുമായിട്ട് കൂട്ടുകെട്ടുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ സമയം അവർക്ക് പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ മാനസിക പിരിമുറുക്കം വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ധനനാശം കാണുന്നുണ്ട്. അതിനാൽ വളരെയധികം ഒരു സാമ്പത്തിക അച്ചടക്കം നല്ല രീതിയിൽ പാലിക്കുന്നത് നല്ലതായിരിക്കും. ചിലവുകളൊക്കെ വളരെയധികം ചിലവുകൾ കുറയ്ക്കുക. അതുപോലെ പല രീതിയിലും അത് സാമ്പത്തികം നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ നല്ല ലാഭം, അവർക്ക് കയ്യിൽ പൈസ നിൽക്കേണ്ട ഒരു സമ്പാദ്യം ഉണ്ടാകാൻ സാധിക്കും. പല ആപത്തുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനസിക സംഘർഷം ഉണ്ടാകാം. ഒരു കാരണവശാലും മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടി മദ്യം, മയക്കുമരുന്നുകളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യുന്നൊരു സമയവും കൂടിയാണ്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് സാമ്പത്തിക അച്ചടക്കം നയിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും അവർക്ക് സന്തോഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടങ്ങൾ. അവർക്ക് കഷ്ടപ്പാടും ദുഃഖങ്ങളെല്ലാം മാറി അവർക്ക് ഒരു നല്ലൊരു ഗതി അവർക്ക് വരുന്നൊരു സമയമാണ്. അതുപോലെ ബുദ്ധിക്ക് അവർക്ക് സ്ഥിരതയും വരാം. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപമാനം, മാനഹാനി വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉയർച്ചയിലേക്ക് അസൂയുള്ള ബന്ധുക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, മറ്റുള്ള ശത്രുക്കളാവട്ടെ നിങ്ങൾക്കെതിരെ ഒരു മാനഹാനി ശ്രമം, ഒരു കേസുണ്ടാക്കുന്നതിലേക്ക് വേണ്ട ഒരു പല രീതിയിലും ശ്രമിക്കും. അത് യാതൊരു തരത്തിലും അങ്ങനെ ഇതിൽ നിങ്ങൾ ട്രാപ്പിൽ ചെന്ന് പെടാണ്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അശ്രദ്ധ കാണിച്ചാൽ പോലീസ് കേസ്, കോടതി നടപടിയൊക്കെ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ മക്കളോടൊപ്പം താമസിക്കാൻ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മാത്രം അകന്ന് വിദേശത്ത് പോവുകയോ അങ്ങനെ ഒരു വേർപാട് ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വേർപാട് തന്നെ കാണുകയാണ്. അത് നിങ്ങൾക്കൊരു ദുഃഖം തന്നെ ഉണ്ടാക്കാം. ആ വേർപാട് നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾ മനസ്സിൽ പല ആശയങ്ങളും ഇങ്ങനെ ആകാശക്കോട്ട മാതിരി കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. കാരണം അന്ന് കയ്യിൽ പൈസ ഉണ്ട്, അപ്പം നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വീട് വയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള പല മോഹങ്ങളും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സമയമാണിത്. ഇതിനെല്ലാം പെട്ടെന്നൊരു തടസ്സം വരാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആ പദ്ധതികളൊക്കെ ഉപേക്ഷിച്ചിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാം, നല്ല രീതിയിൽ നടന്നു കിട്ടാം. ചെറിയ അസുഖങ്ങൾ, വാർദ്ധക്യം സംബന്ധിച്ച അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും അവർക്ക് പണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും വരാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കുക. ഭക്ഷ്യ വിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്ത തിരുവോണ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ ഒരു സർജറി വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിൻ്റെ ശല്യം പോലുള്ള ഉപദ്രവങ്ങളുണ്ടാകാം. അതുപോലെ രക്തത്തിൽ അണുബാധ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ, കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുകയും അവരിൽ ആരെങ്കിലും ഒരാൾ മാറി താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തീപ്പൊള്ളലേൽക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കല്ല, ചിലർക്ക് തീപ്പൊള്ളലേൽക്കാനൊരു സാധ്യതയുണ്ട്. അത് വൈദ്യുതിയിൽ നിന്നാവാം, ഇടിമിന്നലിൽ നിന്നാവാം, അല്ലെന്നുണ്ടെങ്കിൽ തീയിൽ നിന്ന് തന്നെ ആകാം തീപ്പൊള്ളൽ. വളരെ ശ്രദ്ധിക്കുക. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധർമ്മകാര്യങ്ങളിൽ മുടക്കം വരാം. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈശ്വര ഭജനയും അല്ലെങ്കിൽ മറ്റവരെ മതാചാര്യപരമായ ചടങ്ങുകൾക്ക് മുടക്കം വരാതെ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം കുറച്ച് ആപത്തുകൾ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ചിലർക്ക്.
ദൂരയാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. എല്ലാവരുമായി കലഹമുണ്ടാകാം. അതുകൊണ്ട് ആരുമായിട്ട് കഴിയുന്നതും ദേഷ്യത്തിനും വഴക്കിനൊന്നും പോകാണ്ടിരിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ അശ്രദ്ധ കാണിച്ചാൽ പോലീസ് പരാതികളും കോടതി നടപടികളൊക്കെ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്കോ ഉറ്റ ബന്ധുക്കൾക്കോ മരണമോ മരണത്തിന് തുല്യമായ ആപത്തുകളോ വരേണ്ട ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് അനുഭവിച്ച ദുരിതങ്ങൾക്ക്, ഇത്രയും കാലം അനുഭവിച്ച കുറേ ദുരിതങ്ങൾ, മാനഹാനി അല്ലെങ്കിൽ വേറെ സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥ, ഇതെല്ലാം അവർക്ക് പരിഹാരമായി അവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാം. ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാം. നല്ല സ്വഭാവമുള്ള ഇണയെ അവർക്ക് ലഭിക്കും. അതാണ് അവർക്കൊരു ഭാഗ്യം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല മിത്രങ്ങൾ, ഏത് കാര്യത്തിനും കൂടി നിന്ന് സഹായിക്കുന്ന നല്ല മിത്രങ്ങളെ അവർക്ക് ലഭിക്കും. ആരോഗ്യം നല്ല രീതിയിലാകും. ശത്രുക്കളുടെ ശല്യങ്ങൾ ശത്രുക്കൾ നിങ്ങൾക്ക് ശല്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കുന്ന ഒരവസ്ഥയും അത് വരാം. സന്താന ഭാഗ്യമുണ്ടാകും. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. നിങ്ങളോട് അസൂയുള്ള ആൾക്കാർ പല രീതിയിൽ, ആരായിരുന്നാലും അവർ പല രീതിയിലും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയും നിങ്ങൾക്ക് അതുമൂലം ഇത്തിരി മനസ്സിന് പ്രയാസമുണ്ടാവുകയും ചെയ്യും. എല്ലാവരും നിങ്ങളെ സംശയിച്ചിട്ട് വിട്ടുപോണ ഒരവസ്ഥ വരാം. സുഹൃത്തുക്കളായിരുന്നാലും അല്ലെങ്കിൽ ബന്ധുക്കളായിരുന്നാലും ഒക്കെ കുറച്ച് അവർ സംശയിക്കും നിങ്ങളെ. എന്നാലും കുറച്ച് കഴിഞ്ഞ് അവരത് സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചു വരികയും ചെയ്യും. അതുപോലെ ഇണയുടെ വേർപാട്, ഈ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വിദേശ രാജ്യത്ത് മക്കളോടൊപ്പമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ ഒക്കെ അവർക്ക് പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു വേർപാടും നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുപോലെ വാദം സംബന്ധമായ ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ആ രോഗങ്ങൾ മൂലമുള്ള കഷ്ടപ്പാടുകൾക്കും വേർപാടുകൾക്കും എല്ലാം പരിഹാരമായി അവർക്ക് നല്ല കാലമാണ് അവർക്ക് വരുന്നത്. ധനധാന്യ സമൃദ്ധിയും മറ്റ് ഐശ്വര്യങ്ങളും മനസ്സമാധാനവും, ശരിക്കും പറഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നൊരു സമയമാണ്. ചെറിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. അടുത്ത അവിട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ എല്ലാത്തിനും സഹായിച്ച് നിങ്ങളുടെ ഒരു വഴികാട്ടിയായി നിന്ന ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു മിത്രം മരണപ്പെടുന്നതിന് അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൽ നിന്ന് ആ ഒരു സാധ്യത നിങ്ങൾക്ക് പല രീതിയിലും ഭയം ഉണ്ടാക്കി വയ്ക്കാം. എല്ലാ അവിട്ട നക്ഷത്രക്കാർക്കുമല്ല, ചില അവിട്ട നക്ഷത്രക്കാർക്കാണ്. അതുകൊണ്ട് ഒരു അകാരണമായ ഭയം വരാം. പിന്നെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അടക്കം എല്ലാവരും വേറെ ദൂരസ്ഥലത്തേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും. നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും അതുമൂലം സാമ്പത്തിക ഭദ്രതയും എല്ലാം ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. നല്ല ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്താനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ ഉറ്റ മിത്രങ്ങളെയും അവർക്ക് ലഭിക്കുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും അത് വളരെയധികം ഒരു നാട്ടിൽ പാട്ടാകുകയും ചെയ്യുന്നു പറഞ്ഞതുപോലെ അതിൻ്റെ പേരിൽ ചില പോലീസ് പരാതികളൊക്കെ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. പക്ഷേ അതെല്ലാം പിന്നീട് നിങ്ങൾക്ക് നിരപരാധിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ വിട്ടയക്കും. അതുപോലെ ഇണയുടെ വേർപാട്, അത് അവർ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മക്കളോടൊപ്പമോ വിദേശത്തേക്ക് പോകുന്ന അകന്ന് താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിലെ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം മാറി നല്ല രീതിയിൽ വരുന്നു. ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. മനസ്സമാധാനം കിട്ടുന്നു. സന്തോഷം ലഭിക്കുന്നു. ബുദ്ധിശക്തി നേരെയാകുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. 70 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് നല്ല ഒരു സമയമാണ്. എങ്കിലും ഇതിൽ ചില അവിട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമുണ്ട്. അതായത് അവർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നല്ല ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ നിക്ഷേപം പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചായിരുന്നാൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ മോശപ്പെട്ട സ്ഥാപനങ്ങളാണെങ്കിൽ ആ പൈസ കിട്ടുവാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കളെല്ലാം നിങ്ങളെ കൂടി ഒത്തുചേരുകയും നിങ്ങളെ ജന്മനാൾ പൂജകളും മറ്റുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്.
ഈ വരുന്ന മീനമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.